കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും കണ്ടെത്തിയെന്ന ശുഭവാർത്തയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. 3 പേരും സുരക്ഷിതരെന്ന DFO 6 കിലോമീറ്റർ ദൂരത്തിൽ അറക്കുമത്തി ഭാഗത്ത് നിന്നാണ് കണ്ടെത്തിയത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഒടുവിൽ ആ സന്തോഷ വാർത്തയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളതല്ലേ? കാരണം അവരെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്താണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും വലിയ മണിക്കൂറുകൾ നീണ്ട ഏതാണ്ട് 14 മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കും ഒടുവിൽ പരിഭ്രാന്തിക്കും ഒടുവിൽ ആ ഒരു സന്തോഷ വാർത്ത 3 പേരും സുരക്ഷിതരായി തന്നെ ഉണ്ട് എന്നും ഒപ്പം തന്നെ 3 പേരെയും കണ്ടെത്തിയതായ വിവരം തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് പങ്കുവച്ചിരിക്കുന്നത്. 2.5 മണിക്കൂറിന് ശേഷം അവർ തിരിച്ച് എത്തിക്കാൻ കഴിയുമെന്ന ഒരു കാര്യം കൂടെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യം മായെ കണ്ടെത്തിയത്. കാരണം അവരായിരുന്നു ഏറ്റവും ഒടുവിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നത്. ഫോണിൽ അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. 5 മണിവരെ അവരുമായി സംസാരിച്ചിരുന്നു. മായാജയനെ കണ്ടെത്തി അധികം താമസിയാതെ തന്നെ മറ്റു 2 പേരെ കൂടി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതൊരു സന്തോഷ വാർത്ത തന്നെയാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. പാറുക്കുട്ടി കുഞ്ഞുമോൻ, ഒപ്പം ഡാർലി സ്റ്റീഫൻ എന്നിവരെയാണ് ഇപ്പോൾ അവർ 3 പേരും സുരക്ഷിതരാണ് എന്ന് വ്യക്തമാകുന്നത്. കൃത്യമായി തന്നെ ഈ കാട്ടാനക്കൂട്ടത്തെ തുടർന്ന് രക്ഷപ്പെടാൻ വേണ്ടി പശുവിനെ തിരഞ്ഞായിരുന്നു ഇവർ പോയിരുന്നത്. പശുവിനെ തിരഞ്ഞ് കണ്ടെത്തിയതിനു ശേഷം തിരിച്ചു വരുന്നതിനിടയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ടതിനെ തുടർന്ന് പല ഭാഗത്തേക്ക് ഇവർ ചിതറി മാറുകയായിരുന്നു. അങ്ങനെ 3 പേരും വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് മായ പാറക്കെട്ടുകളുടെ മുകളിലേക്ക് സുരക്ഷിതയായി എത്തിയത്. അവിടെ വെച്ച് വീട്ടുകാരുമായി, ഭർത്താവ് അടക്കമുള്ള ആളുകളുമായി സംസാരിക്കുന്നതിനിടയിൽ ഫോണിലുള്ള ബന്ധം മുറിഞ്ഞു പോവുകയായിരുന്നു. റേഞ്ച് ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ 3 പേരെയും കണ്ടെത്താൻ തെരച്ചിൽ സംഘങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കും പരിശോധനയ്ക്കും ശേഷം, അന്വേഷണത്തിനും തിരച്ചിലിനും ശേഷം രാത്രി മുഴുവൻ 2 സംഘങ്ങൾ അവിടെ തിരച്ചിലുണ്ടായിരുന്നു. ആദ്യം പോയ സംഘം മാത്രമാണ് മടങ്ങിയെത്തിയത്. അതിനുശേഷം കൂടുതൽ വനപാലകർ, കൂടുതൽ നാട്ടുകാർ എന്നിവരെല്ലാം തന്നെ ഉൾപ്പെട്ട രക്ഷാ ദൗത്യം അവർ ഏറ്റെടുത്തുകൊണ്ട് കാടിനുള്ളിലേക്ക് പോയി പല ഭാഗങ്ങളിലായി, അല്ലെങ്കിൽ ഈ പാറക്കെട്ടുകൾ ഉണ്ട് എന്ന് പറയുന്ന, പാറക്കൂട്ടങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഇവർ തെരച്ചിൽ നടത്തിയത്. അതിലെ പാറക്കെട്ടുകളുടെ ഭാഗങ്ങൾ സാധാരണ നിലയിൽ വനമേഖലയിൽ നിന്ന് ആളുകൾ കടന്നു പോകാറുള്ള ഭാഗങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലുകൾക്ക് ഒടുവിലാണ് 3 പേരും സുരക്ഷിതരായിരിക്കുന്നു എന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. അധികം താമസിക്കാതെ തന്നെ, അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ, ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ 3 പേരെയും തിരിച്ച് വനമേഖലയിൽ നിന്ന് അവരുടെ പരിസരങ്ങളിലേക്ക് തിരിച്ച് എത്തിക്കാനുള്ള ഒരു ദൗത്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിക്കേണ്ടതുണ്ട്. 14 മണിക്കൂറോളം അവിടെ കഴിയേണ്ടി വന്നു. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഭയപ്പെട്ട സാഹചര്യത്തിൽ രാത്രിയിലടക്കം കഴിയേണ്ടി വന്ന 3 സ്ത്രീകളാണ് അവർക്ക് ഇവരെന്നതുകൊണ്ട് തന്നെ അതിന്റെ വലിയ ഒരു പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഭയപ്പാട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റിയെടുത്ത ശേഷം, കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ അവരുമായി ചോദിച്ചറിയുമെന്ന് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 15 അംഗ സംഘങ്ങളായി തിരിഞ്ഞുള്ള 2 സംഘങ്ങൾ 15 പേർ ഉൾപ്പെട്ട ഒരു സംഘത്തിന്റെ പരിശോധനയിലാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. അത്ര ഊർജ്ജമായ പരിശോധന തന്നെയായിരുന്നു നടത്തിയത്. കാരണം മണിക്കൂറുകൾ വൈകിയാൽ, അല്ലെങ്കിൽ കണ്ടെത്താൻ വൈകും തോറും അത് അപകടകരമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന മേഖലയാണ്, വന്യജീവികൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ നിന്ന് അവർ അകപ്പെട്ടു പോയാലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായും അത് ഗുരുതരമാകും എന്നതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ വിവിധ സംഘങ്ങളായുള്ള തെരച്ചിൽ നടത്തിയത്. അതാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നത്. 3 പേരെയും സുരക്ഷിതരാക്കി കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. യെസ്, അത് തന്നെയാണ് സന്തോഷകരമായ, ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. എങ്കിൽ പോലും ഇനിയെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരും ജാഗ്രതാപൂർവ്വം മുന്നോട്ട് പോവുക, അല്ലേ? ഇത്തരം വന മേഖലയിലെല്ലാം പോകുമ്പോൾ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇങ്ങനെ വനത്തിലേക്കെല്ലാം പോകുമ്പോൾ അപകടങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് വേണം പറയാൻ, അല്ലേ? അതെന്താ വെച്ചാൽ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾ കളിച്ചു വളർന്ന ഇടമാണല്ലോ, ഞങ്ങൾക്ക് അറിയാവുന്ന ഇടമാണല്ലോ. പക്ഷെ വനം എത്രത്തോളം മാറിപ്പോയി,
ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലേ, വനപ്രദേശങ്ങളിൽ തന്നെ കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതായത് കാടും നാടും തമ്മിലുള്ള ഒരു അന്തരം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പലപ്പോഴും ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണുള്ളത്. ജിജീഷ്, ഈ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നു. ആദ്യം അതിലൊരാളെ കണ്ടെത്തി, പിന്നീട് 3 പേരും സുരക്ഷിതരാണ് എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവരെ തിരിച്ചു കൊണ്ടെത്തിച്ചതിന് ശേഷമുള്ള മറ്റു കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ട് ഇവർക്ക് ഈ വഴി തെറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. ഈ ഞങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ കാടും നാടും തമ്മിലുള്ള അന്തരം കുറയുന്നതിൻ്റെ ഒരു സാഹചര്യം, അവിടെ ആ ഭാഗത്തെ വനം എത്രത്തോളം സുരക്ഷിതമാണ്? സാധാരണഗതിയിൽ ഇങ്ങനെ പശുക്കൾ പോയി തിരിച്ചു വന്നു, അപ്പോൾ സുരക്ഷിതമാണ്. അപ്പോൾ ഈ സ്ത്രീകളും പോയി തിരിച്ചു വന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം എന്നൊക്കെ കൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഒരു പക്ഷേ. കാരണം ഈ ആശങ്കയുടെ മുൾമുനയിൽ 14 മണിക്കൂർ നമ്മൾ നിന്നതാണല്ലോ. തീർച്ചയായും ഈ ഒരു മേഖല എന്ന് പറയുന്നത് സാധാരണ നിരവധി വീടുകൾ ആ പ്രദേശങ്ങളിലെല്ലാം ഉൾപ്പെടെ ഈ കോതമംഗലത്തെ പല മേഖലകളും വനാതിർത്തിയോട് സമീപമായി നിരവധി വീടുകൾ ഉള്ള ഒരു മേഖലയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഏറെ അപകടകരമാണ്. ഈ ഒരൽപ്പം അധികം മുന്നോട്ട് പോയാൽ പോലും, അല്ലെങ്കിൽ 2-3 കിലോമീറ്ററുകൾ അകത്തേക്ക് വനമേഖലയ്ക്ക് അകത്തേക്ക് പോകുമ്പോൾ പോലും ഏറ്റവും അപകടകരമായ സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് അവിടെ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഏറ്റവും കൂടുതൽ, ശല്യമെന്ന് പറയാൻ കഴിയില്ല, കാരണം അവരുടെ ഒരു മേഖലയാണ്, വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾ കടന്നു പോകുന്ന അവരുടെ ആവാസ വ്യവസ്ഥയായി മാറിയ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളുള്ള മേഖലയാണ്. അവിടെയാണ് കാട്ടാനക്കൂട്ടം അടക്കം അതിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും വനമേഖലയ്ക്കുള്ളിലേക്ക് ജീവനോപാധികൾ തേടി പോകുന്ന ആ പ്രദേശത്തുള്ള ആളുകൾ കാട്ടാനക്കൂട്ടങ്ങളെ കാണാറുണ്ട്. ഭയപ്പെട്ട് തിരികെ ഓടിപ്പോരാറുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഒരു സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പശു നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ മൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുമോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും തീറ്റ നേടി കടന്നു പോയിട്ടുണ്ടാകുമോ എന്നതെല്ലാം കണ്ടെത്തേണ്ടതായിരുന്നു. അങ്ങനെയാണ് ഇവർ 3 പേരും ആ ദൗത്യം, അല്ലെങ്കിൽ ആ പശുവിനെ കണ്ടെത്താൻ വേണ്ടി, ഒരാളുടെ പശുവിനെ കണ്ടെത്താൻ വേണ്ടി ആ 3 പേരും ബന്ധുക്കളായ സ്ത്രീകൾ ഒരുമിച്ച് ഇങ്ങനെയൊരു ദൗത്യത്തിനായി, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇറങ്ങി തിരിച്ച് പശുവിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. പശുവിനെ കണ്ടെത്തി അവർ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത്. അവർ ഫോണിൽ വിളിച്ചു പറഞ്ഞത് അനുസരിച്ച് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവർക്ക് ഈ കാട്ടാന കൂട്ടത്തിൽ